ഇവിടെ വന്ന ശേഷം കേട്ടോ ഞാൻ ഹെൽത്ത് ഇത്രയും സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങിയത്. എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആവാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സീരിയസ്നെസ്സിൽ നമ്മുടെ അസുഖത്തെ ഇവർ കണ്ടു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഹെൽത്തി ആയിട്ടൊരു റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. വന്ന സമയത്തൊന്നും ഫുഡിന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂണി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഷിഫ്റ്റിന് പോകാനുള്ളൊരു തിരക്കും അത് കഴിഞ്ഞ് വന്ന് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കുമായിരുന്നു. പക്ഷേ ഒരു പ്രോപ്പർ ജോലി കിട്ടി ഒരു റൊട്ടീൻ സെറ്റായി ഒരു 9 to 5 ജോബിലേക്ക് സ്റ്റിക്ക് ചെയ്തപ്പം പിന്നെ എൻ്റെ ഉറക്കവും എൻ്റെ ഫുഡും എല്ലാം എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാറുണ്ടെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോകാറുണ്ട്. അങ്ങനെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്ന് മോർണിംഗ്. കയ്യിൽ നിന്ന് പോയി കുറച്ച് വിഷമമൊക്കെ വന്നു. പിന്നെ വിഷമം വന്നാൽ അങ്ങ് കരഞ്ഞു തീർക്കുക എന്നുള്ളത് എൻ്റെ പ്രിൻസിപ്പിളാണ്. അത് കഴിയുമ്പോഴേക്കും കുറച്ച് ആശ്വാസം കിട്ടും. കാരണങ്ങളില്ലാതെ വിഷമിക്കാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നാറ്. കാരണം അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതില്ല. പിന്നെ കരഞ്ഞു തീർക്കാൻ വേണ്ടി ഇന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ് നല്ല രീതിയിൽ ക്ലിയറായി. ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.